90-50 കുടുംബമുണ്ട് ഇപ്പോ. അൽഹംദുലില്ലാ 2000 ചില്ലാനും കുടുംബത്തിന്റെ കല്യാണം കഴിഞ്ഞ 10 ദിവസം കടവില്ല, ഒരു വിഷമവുമില്ല, ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങളെ ലേബർ ഷോയിലൊക്കെ ഒരു പണിയില്ലായിട്ട് കുട്ടികളെ കെട്ടിച്ചടക്കാൻ എന്നിട്ട് കരുതരുതട്ടാ. നിങ്ങൾ വന്നു നോക്കാണ് പാടന്തരം മറിച്ച് ഞാനും ചെറിയ ദർശനാണ്. കുറെ കുട്ടികളവിടെ വളരുന്നുണ്ട്, പാവങ്ങള്, കുറെ സാധുക്കളെ 10-15 ലക്ഷം റുപ്യ അവിടെയും കാണും. അപ്പോ അതിന്റെ ഒക്കെ ഇടയില് പച്ച പാവങ്ങളാണ്. അതിന്റെ ഇടയിലാണ് ഈ കല്യാണ വിഷയമായിട്ട് നടക്കുന്നത്. പച്ച പാവങ്ങളാണ്. എന്താ ഇപ്പൊ ചെയ്യാ? നമ്മൾ മുടക്കിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചിലപ്പോ കഴിഞ്ഞ കൊല്ലം കണ്ടവരും വന്നവരൊക്കെ ഉണ്ട്. ഒരു ഉമ്മ 800ന്റെ പുറത്തെത്തിയപ്പോ ഒരു ഉമ്മയെ ഒരു കുഞ്ഞിന്റെ കാര്യം കൂടെ വന്ന് മോൾക്ക് കല്യാണം പുതിയാപ്പറിയ സന്തോഷത്തിലെ ഉമ്മ നമ്മളെ ബേജാറ് പിന്നെ അതിന് വഴി ഉണ്ടാക്കണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം നോക്കാന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞ പദം ഒരു കല്ല് പോലെ, ഒരു ഉമ്മ ഒരു പാറക്കല്ല് പോലെ നിന്നിട്ടെ. കാരണേ മക്കള് കരകയില്ലെങ്കിൽ നമുക്കൊരു പെങ്ങളുണ്ടായോക്കട്ടെ, 19 വയസ്സായ പെങ്ങള്, നമ്മൾ പെണ്ണെട്ടി അടക്കുക, അവർക്കൊരു ജീവിതത്തിലെ അപ്പൊ കാണതിന്റെ വിഷമത്രയാണ്. അപ്പൊ ഈ ഉമ്മ പറഞ്ഞൊരു പദമുണ്ട്, എന്റെ 2 കിടിനി വെച്ചിട്ടെങ്കിലും കിടിനി വിൽക്കാൻ പറ്റില്ല. അയാൾ ആ ഉമ്മാന്റെ ശൈലിയാണ്, എന്റെ കിടിനി വെച്ചിട്ട് എന്റെ കുട്ടിനെ കെട്ടിക്കാൻ പറ്റുമോ? എന്താണ് ഈ ഉമ്മത്തിലെ പാവങ്ങളല്ലേ? അൽഹംദുലില്ലാ 10-2000 കുടുംബത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിഷമമുള്ള തന്നില്ലല്ല. ഈ പാവങ്ങളെ ദുആണ്. ഒരു ഉമ്മ ആ ഉമ്മ കണ്ണീരൊഴുക്കി ഒരു കാഴ്ച കണ്ടു. എന്തിനാന്നറിയങ്ങള്? ആ ഉമ്മാന്റെ കയ്യിൽ ഈ മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശൈഖുനെ പഠിപ്പിച്ച 5 പാവം കൊടുക്കാനാ. അതങ്ങ് കൊടുത്തപ്പോ ആ ഉമ്മാന്റെ പൊട്ടുന്ന മനസ്സേ. അപ്പൊ എന്താ ചോദിച്ചപ്പോ, എന്റെ മോളെ പ്രസവിച്ചിട്ട് ഇന്ന് വരെ ഒരു മോതിരം എന്റെ കുട്ടി ധരിച്ചിട്ടില്ല. ഈ ഉമ്മത്തിൽ അങ്ങനെ കുറെ ഉണ്ട്. ഒരു പെൺകുട്ടി വാപ്പ മരിച്ചു, ഉമ്മ എന്നൊരു തണല് അങ്ങനെ വളർന്നു വന്നു. എന്താ ചോദിച്ച ചെറ്റപ്പരെ പാടികൾ എന്നൊക്കെ പറയുന്നു, കോട്ടേസുകളെ. അപ്പം ആൺകുട്ടികൾക്ക് പോയി പെണ്ണു നോക്കാനൊക്കെ മടിയും വരുന്നു. ഇതൊക്കെ ഈ പാവങ്ങളെ ദ്വാ കൊണ്ട് കിട്ടുന്ന തന്നെയാണ്. അപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ വളരെ പ്രായപൂർത്തിയും കഴിഞ്ഞു, 19 വയസ്സും കഴിഞ്ഞ ഒരു പെണ്ണ് ഉമ്മങ്ങനെ ദ്വാരക്കും എന്റെ മോൾക്കൊരു പുതിയാപ്പിള ജീവിതം എന്നിട്ട് മരിക്കാൻ. പക്ഷേ ആ ഉമ്മയും കൂടി അങ്ങ് മരിച്ചപ്പോഴേ ഈ പെൺകുട്ടി പാടന്തര മർക്കസിലേക്ക് ഒരു കുറിപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഒരു കുറിപ്പ് എന്താണെന്നറിയോ? ഉപ്പാന്റെ മുഖം കണ്ടിട്ടില്ല, ഉമ്മയും കൂടെ പോയി, ഞാനേ ഉള്ളൂ, എനിക്കൊരാങ്ങളെ ഇല്ല, ഒരു ജ്യേഷ്ഠത്തെ അനുജത്തി ഒന്നുമില്ല, കുടുംബ വീട്ടിൽ ഇത്രയും പ്രായമുള്ള ഒരു പെണ്ണല്ലേ, ഞാൻ താമസിക്കും ഒരു ഭാരമാകും. കാരണം കുടുംബം എന്ന് പറഞ്ഞാൽ അവര് താമസിക്കാൻ വകുപ്പില്ലാതെ കൂരകൾ താമസിക്കുന്നവരാ. അപ്പൊ ഈ പെൺകുട്ടി എഴുതുക, റസൂലുള്ള പൊരുത്തപ്പെടുന്ന വിധത്തിൽ മരിക്കാൻ ആത്മഹത്യ ചെയ്യാനോ മറ്റോ വല്ല വഴി ഇസ്ലാമിലുണ്ടോ? ഇങ്ങനെ കുറെ പാവങ്ങളുണ്ട്. അൽഹംദുലില്ലാ അവർക്കൊക്കെ ഉള്ള ജീവിതം കൊടുത്തു, അള്ളാഹു ഖബൂലാക്കട്ടെ. ഈ വരുന്ന ഏപ്രിൽ 5-ാം തീയതി ഷെയ്ഖിന് ഡേറ്റ് തന്നിട്ടുണ്ട്. 10-150 പാവങ്ങളുടെ കല്യാണമാണ്. നിങ്ങളെ വൈക്കൊക്കെ ഒന്ന് വരുമോ? ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അടുത്ത ഏപ്രിലാണ്, കുറെ മാസം ഉണ്ട്. അടുത്ത ഏപ്രിൽ 5-ാം തീയതി ഒന്നും ആയിട്ടില്ല. നമ്മൾ അലല്ല കുടുക്കിയിട്ടില്ല കേട്ടത് ഇതുവരെ. എല്ലാ പ്രവർത്തകരും ദ്വാരക്കുന്ന സംഘടനാ കുടുംബം മൊത്തം ഇറങ്ങിയിട്ടുണ്ട് ജില്ലയിലെ. പാവങ്ങളാണ് അല്ലാഹു പ്രവർത്തകർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ഒരു നല്ല നിയ്യത്ത് വെച്ചിറങ്ങാണ്. ത്യാഗമുണ്ട് ഇതിന്, നല്ല ത്യാഗമാണ്. ഒരു പരമ്പര രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ്. അള്ളാഹുർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. 4-5 മാസമുണ്ട്. എന്റെ പെങ്ങളെ, ആർക്കും നിങ്ങൾ 5, 25, 50 പവനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മോതിരെങ്കിലും ഒരു വളയെങ്കിലും നിങ്ങളെപ്പോലത്തെ രക്തവും മജ്ജയും മാംസവുമുള്ള ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കൂ. 4-5 മാസമുണ്ട്. നിങ്ങൾ സഹായിക്കണം. ചെറുപ്പക്കാരോടൊക്കെ പറയാം, പാവങ്ങളുടെ ദുആ കിട്ടും. പാവങ്ങളാണ്, അർഹതപ്പെട്ടവരാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. പാടന്തരം മർക്കസിൽ സംഘടനാ കുടുംബങ്ങൾ മുഴുവനും കൂടി നടത്തുന്ന ഈ സമൂഹ വിവാഹം അടുത്ത ഏപ്രിൽ 5-ാം തീയതി നടക്കുമ്പോൾ നിങ്ങളൊന്ന് വരണം. പാവങ്ങളുടെ കരച്ചിൽ കാണാം. ഒരുപാട് ഉമ്മമാരുടെ നെഞ്ചു പൊട്ടിയുള്ള സന്തോഷത്തിന്റെ കരച്ചിൽ കാണാം. മോളെ നിക്കാഹ് നടക്കുമ്പോൾ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ. നിങ്ങൾ വരണമെന്നും നിങ്ങൾ ആ പാവങ്ങളെ സഹായിക്കണേ എന്നും ഓർമ്മപ്പെടുത്തിയിട്ട്